അസ്സലാമു അലൈക്കും. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ പ്രൗഢമായ സദസ്സ് വളരെ ഗഹനമായ ചർച്ചകൾ കൊണ്ട് ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും കാലഘട്ടത്തിന് അനുയോജ്യമായ വലിയ ആശയങ്ങൾ സംഭാവന ചെയ്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ കേരളീയ സമൂഹത്തിൻ്റെ ആത്മീയ രാഷ്ട്രീയ സാമൂഹിക നേതാവ് കൂടിയായ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, MIC-യുടെ എല്ലാമായി ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ കൃത്യമായ ആശയങ്ങൾ പങ്കുവെക്കുകയും ചടുലമായ നീക്കങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിൻസിപ്പൽ, സെക്രട്ടറി, വർക്കിംഗ് പ്രസിഡന്റ് അടക്കമുള്ള MIC-യുടെ കമ്മിറ്റി അംഗങ്ങളെ, രക്ഷിതാക്കളെ, ആമിക് അംഗങ്ങളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ MIC-യെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ ഈ വേദിയിൽ എണീറ്റ് നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു വേദിയിലാണ്. എന്തുകൊണ്ടെന്നാൽ ഈ പൊതുപരിപാടി ആരംഭിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ടോക്സ്പെയർ രാവിലെ 11 മണി മുതൽ ആരംഭിച്ച് അത് സമാപിക്കുമ്പോൾ MIC-യുടെ വിദ്യാർത്ഥികൾ എത്രത്തോളം വളർന്നു എന്നത് സന്തോഷപൂർവ്വം ഇത് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഓരോ വിദ്യാർത്ഥികളും ഇവിടെ മനോഹരമായ രൂപത്തിൽ പ്രഭാഷണം നിർവഹിക്കുകയും വിധികർത്താക്കളായി വന്നവർ അവരെ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്ത മനോഹരമായൊരു നിമിഷം നമുക്ക് സമ്മാനിച്ചത് ടോക്സ്പെയറിലൂടെ പ്രത്യേകം പ്രിൻസിപ്പളെ അഭിനന്ദിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഓരോ ആനുവൽ ഡേ കഴിയുമ്പോഴും കേവലം അതൊരു ചടങ്ങായി ഏതെങ്കിലും ഒരുള്ള ഒച്ചപ്പാടുകളായി അവസാനിക്കുകയല്ല. കൃത്യമായി അടുത്ത അക്കാദമിക് ഇയറിലേക്കുള്ള വലിയ ആശയത്തെ സംഭാവന ചെയ്യുകയും ആ അക്കാദമിക് ഇയറിൽ അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ള വലിയൊരു മൂവ്മെൻ്റ് കൂടി നമ്മുടെ ഈ ആനുവൽ ഡേ സംഭാവന ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ ഇതുപോലെ ആനുവൽ ഡേയിൽ നിങ്ങളുടെ മുമ്പിൽ തന്ന ഓരോ വാക്കുകളും ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അഭിമാന ബോധത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എണീറ്റ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞിരുന്നു, നേരത്തെ ബഹുമാനപ്പെട്ട മുനവർ അലി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ ജൻസി വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ IT മേഖല വളരെയധികം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അക്കാദമിക് ഇയറിൽ റോബോട്ടിക്സ് നടപ്പിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ള ഉറപ്പ് തന്നിരുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് വരും ദിവസത്തിൽ എക്സിബിഷനോടുകൂടി ആ പദ്ധതി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമെന്ന ഉറപ്പ് ഈ സമയത്ത് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, സെലസ്റ്റിയ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ തീം എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും ഇമോഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് വെറും ഒരു വാക്കല്ല. ഈ ആനുവൽ ഡേ കഴിഞ്ഞ് തീരുമ്പോഴേക്കും ഈ സെലസ്റ്റിയ ഈ വിദ്യാർത്ഥികൾക്ക് സംഭാവന ചെയ്യുന്ന ആശയം എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും ഇമോഷൻ അത് എക്സ്പ്രസ് ചെയ്യുകയും അതിലൂടെ അവരെ ഏറ്റവും വലിയ എക്സലൻസ് അവർക്ക് നേടിയെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഓരോ വിദ്യാർത്ഥിയും കേവലം പാഠ്യപദ്ധതികളുടെയോ പരിശീലനങ്ങളിലൂടെയോ മത്സരങ്ങളിലൂടെയോ മാത്രമല്ല അവർ ഉയരങ്ങളിലേക്ക് എത്തുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കാരണം ഓരോ മനുഷ്യൻ്റെയും സത്യസന്ധമായ ഭാഷയാണ് ഓരോരുത്തരുടെയും ഇമോഷൻ എന്നുള്ളത്. ആ വിഷമങ്ങൾ അത് ശബ്ദം നൽകുമ്പോഴാണ്, ആ ഇമോഷൻസിന് ശബ്ദം നൽകുമ്പോഴാണ് അത് സംഗീതമാകുന്നത്, അത് അഭിനയമാകുന്നത്, അത് ചിത്രമാകുന്നത്, അത് ചരിത്രമാകുന്നത്, നൃത്തമാകുന്നത്. ഇങ്ങനെ കലയുടെ വ്യത്യസ്തമായ ഭാവങ്ങൾ രൂപപ്പെടുന്നത് ഓരോ മനുഷ്യൻ്റെയും ഇമോഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന വലിയ കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ അറിയാത്തവർ അപൂർവമാണ്. അല്പമെങ്കിലും ആ രസകരമായ മനോഹരമായ ആളുകളെ ചിരിപ്പിക്കുന്ന വീഡിയോ കണ്ടവരായിരിക്കും നമ്മൾ ഓരോരുത്തരും.
എന്നാൽ ആ മനുഷ്യൻ്റെ ഇമോഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ച മനുഷ്യനാണ്. ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ ആ ദാരിദ്ര്യത്തിൽ നിന്ന്, ആ ഇമോഷനിൽ നിന്ന് ഒരു തീരുമാനം, ഒരു എക്സ്പ്രഷൻ ഉണ്ടാവുകയായിരുന്നു. അതെന്തെന്ന് ചോദിച്ചാൽ, തൻ്റെ വേദനകളെ, വിഷമങ്ങളെ അടുത്തുനിന്ന് നോക്കുമ്പോൾ അവൻ്റെ വേദന കാണുമെങ്കിൽ ദൂരെ നിന്ന് കാണുന്നവൻ അത് ചിരിക്കാൻ, ആസ്വദിക്കാൻ കഴിയുന്ന ഇടമുണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ അത് എക്സ്പ്രസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ അത് കലയിലൂടെയാണ്, അത് ചിത്രീകരണത്തിലൂടെയാണ് സമൂഹത്തിന് സംഭാവന ചെയ്തത്. അതിലൂടെ അദ്ദേഹം ലോകത്തിന് സംഭാവന ചെയ്തത് ആ വിഷമം, അദ്ദേഹത്തിൻ്റെ ഇമോഷൻ വലിയ സംഭാവന ചെയ്തപ്പോൾ വലിയ മുന്നേറ്റം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷമങ്ങൾ, ഓരോ പ്രതിസന്ധികൾ അത് വെല്ലുവിളികളായി ഏറ്റെടുക്കണമെന്നാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തപ്പോഴാണ് ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന വലിയ കഥാപാത്രത്തെ ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ചെറിയ കുട്ടിക്കാലം എന്ന് പറയുന്നത് വേറൊരാളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിയെടുക്കാൻ, തൻ്റെ സഹപാഠിയുടെ കൈ പിടിക്കാൻ പോലും അവകാശമില്ലാത്ത ജാതിവെറിയുടെ കാലഘട്ടമാണ്. ആ വിഷമം, ആ ഇമോഷൻ അദ്ദേഹത്തെ പിടികൂടി. പക്ഷെ അദ്ദേഹം ഒരു തീരുമാനമെടുത്ത, ഒരു ചലഞ്ച്: ഞാൻ പഠിച്ചേ തീരൂ, ഞാൻ പഠിച്ചേ തീരൂ, ഞാൻ പഠിച്ചുകൊണ്ടേ മുന്നോട്ട് പോകും. ഏത് വെറികളെയും, ഏത് വിവേചനങ്ങളെയും മറികടക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് പഠനം എന്നുള്ളതാണ്. ഇന്നത്തെ ഈ സെലസ്റ്റിയ കഴിയുമ്പോൾ, ഈ ഇമോഷൻ തീമായി ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു ചലഞ്ച് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഈ കഥാപാത്രങ്ങളൊക്കെ ബഹുമാനപ്പെട്ട അംബേദ്കർ ആണെങ്കിലും ചാർലി ചാപ്ലിൻ ആണെങ്കിലും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന്, ആ ഇമോഷനിൽ നിന്നെടുത്തൊരു തീരുമാനം: ഞാൻ ജയിക്കും, അത് പഠനത്തിലൂടെയാണ് എന്നാണ്. അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുത്തപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭയിലെത്തുകയും അതിൻ്റെ മുഖ്യമായ ഇടപെടലുകൾ നടത്താനും ബഹുമാനപ്പെട്ട ഡോക്ടർ അംബേദ്കറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ഏറ്റെടുത്ത ഒരു തീരുമാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പൂർവികർ അങ്ങനെയാണ്. ഈ നാടിൻ്റെ ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ പോലെയുള്ള ആളുകൾ ഈ സ്ഥാപനത്തെ കെട്ടിപ്പടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ നാടിൻ്റെ ദാരിദ്ര്യവും വിഷമങ്ങളും ഈ നാടിൻ്റെ പ്രയാസങ്ങളും കണ്ടപ്പോൾ അവരെടുത്ത തീരുമാനമാണ് പഠിക്കുന്ന ഒരു സമൂഹത്തെ, വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരു ചലഞ്ചാണ്, ആ ഒരു ഇമോഷനിൽ നിന്നുള്ള ഒരു ചലഞ്ചാണ് ഇന്ന് ഈ നാടിന് സംഭാവന ചെയ്ത ഈ MIC സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ ആമിക്കിൻ്റെ ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഇന്ന് വലിയ ഉന്നതമായ തസ്തികകളിൽ വിദേശ നാടുകളിൽ, നമ്മുടെ നാടുകളിൽ കൈകാര്യം ചെയ്യുന്നവരാണ്. അത്തരം ഒരു നിലപാടിലേക്ക് ഈ MIC ഉയർത്താൻ കഴിഞ്ഞത് ഈ ഇമോഷനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈ നാടിൻ്റെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു സത്യസന്ധമായ വിഷമങ്ങളാണോ പ്രയാസങ്ങളാണോ അതിന് ശബ്ദം നൽകുമ്പോൾ പ്രതിഭകൾ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളെയും വെല്ലുവിളികളായി ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ഈ സെലസ്റ്റിയ സമാപിക്കുമ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്, ഇമോഷൻസ് തീമായി കൊണ്ട് ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ നമ്മൾ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. അടുത്ത വർഷമാകുമ്പോഴേക്ക് ഒരുപാട് പ്രതിഭകളെ, ഇന്ന് ടോക്സ്പെയർ സമാപിക്കുമ്പോഴേക്ക് എത്രയോ വിദ്യാർത്ഥികൾ പ്രതിഭകളായി കഴിഞ്ഞു. അവർ ഇന്റർനാഷണൽ ലെവലുകളിൽ മത്സരിക്കേണ്ട പ്രതിഭകളായി കഴിഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ ഉന്നതങ്ങളിൽ എത്തിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ, കഴിഞ്ഞ വർഷം നമുക്കൊരു വിഷമമുണ്ടായിരുന്നു, ഒരു ഇമോഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ അസ്മി ഫെസ്റ്റിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. അതിങ്ങനെയാണ്, നമ്മൾ കഴിഞ്ഞ അസ്മി ഫെസ്റ്റിൽ 500ഓളം വരുന്ന സ്ഥാപനങ്ങൾ പടപൊരുതിയപ്പോൾ, അല്പം ചില പോയിന്റുകൾക്ക് പിറകിൽ പോയപ്പോൾ, ഈ വർഷം നമ്മുടെ അധ്യാപകർ കഠിനാധ്വാനം ചെയ്തപ്പോൾ 3ാം സ്ഥാനത്തേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ എത്തിക്കാൻ കഴിഞ്ഞു എങ്കിൽ ആ ഇമോഷൻ, നമ്മുടെ വിഷമത്തെ, അത് നമ്മളൊരു പോരാട്ടമായി സ്വീകരിച്ചത് കൊണ്ടാണ്. മാത്രമല്ല, കഴിഞ്ഞ സഹോദയ ഫെസ്റ്റിൽ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥി ആദില നമ്മുടെ സംഗീതത്തിൽ അല്പം പിറകോട്ട് പോയപ്പോൾ അതൊരു ചലഞ്ചായി, ആ ഒരു വിഷമത്തെ ചലഞ്ചായി ഏറ്റെടുത്തപ്പോൾ ഈ വർഷത്തെ സഹോദയിൽ സ്റ്റേറ്റ് ലെവലിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് റോബോട്ടിക്സ് നമ്മളൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ അതിൻ്റെ എക്സിബിഷനോടുകൂടി നിങ്ങൾക്ക് സമർപ്പിക്കുമെന്ന ഉറപ്പോടുകൂടി എല്ലാ അഭിവാദികളും ചേരുന്നു. MICയുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സഞ്ചാരത്തിൽ, ഈ യാത്രയിൽ ഞങ്ങളോടുകൂടെ നിങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ അഭിവാദികളും നേരുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.